എങ്ങനെയായിരുന്നു ട്രിപ്പ്? രാമേശ്വരം പോയിട്ട് എല്ലായിടത്തും പോയോ? രാമേശ്വരം എല്ലാ തീർത്ഥകുളത്തിലും കുളിച്ചായിരുന്നോ? 22 സ്ഥലത്തും കുളിച്ചോ? വെരി ഗുഡ്. അപ്പോൾ ഒരു യാത്ര പോവുകയാണ്. രാമേശ്വരം, മധുര, ധനുഷ്കോടി തുടങ്ങിയ സ്ഥലങ്ങൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ തൃശ്ശൂർ റൗണ്ടിൽ വന്ന് നിൽക്കുകയാണ്. തൃശ്ശൂർ റൗണ്ട്. ഈ യാത്രയിൽ ഞങ്ങളെ കൊണ്ടുപോകുന്നത് നോർത്ത് പറവൂരിലെ പാണ്ഡവാസ് എന്ന് പറയുന്ന ഒരു ടീമാണ്. വടക്കുംനാഥൻ്റെ പടിഞ്ഞാറേ നടയിൽ നിന്നും രാമേശ്വരത്തേക്കുള്ള യാത്ര പുറപ്പെടാൻ പോവുകയാണ്. ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് പാണ്ഡവാസിൻ്റെ ബസ് ഇപ്പോൾ എത്തിച്ചേരും. അതാ വരുന്നുണ്ട്. ആ വെള്ള ബസ് ഉണ്ടല്ലോ, ആ വരുന്ന ബസ്, അതാണ് നമ്മുടെ ബെൻസ് വണ്ടി പാണ്ഡവാസ്. ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. ഇപ്പോഴും കുതിരാൻ തുരങ്കത്തിലൂടെയുള്ള യാത്രയുണ്ടല്ലോ, അത് കൗതുകകരം തന്നെയാണ്. അത് കാണുമ്പോൾ എനിക്ക് ഇത് ഷൂട്ട് ചെയ്യാണ്ടിരിക്കാനായിട്ട് തോന്നില്ല. ഒരു പ്രത്യേക ഒരു സുഖം തന്നെയാണ് അതിലൂടെ പോകുമ്പോഴുള്ള ഒരു കാഴ്ച. പാണ്ഡവാസിൻ്റെ അർജുന വണ്ടി പുത്തൻ വണ്ടിയാണ് കേട്ടോ. വഴിയോരത്ത് അന്നപൂർണ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിലൊന്ന് നിർത്തി ആർക്കെങ്കിലും ഭക്ഷണം കഴിക്കാനുണ്ടെങ്കിൽ കഴിക്കാമല്ലോ, ഫ്രഷ് ആവാം. ഇനി നാളെ നേരം വെളുക്കുന്നത് വരെ ബസ്സിലാണ് യാത്ര. പിന്നെ നേരൊക്കെ ഇതേ വെളുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിലൂടെ നമ്മുടെ രാമേശ്വരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉറക്കച്ചടവോടെ ഇങ്ങനെ റോട്ടിലെ കാഴ്ചകളൊക്കെ പതുക്കെ പകർത്താൻ തുടങ്ങി. രാമേശ്വരം ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹൈന്ദവ വിശ്വാസപ്രകാരം 4 മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബദരീനാഥ്, വടക്ക് ഭാഗത്ത് ബദരീനാഥും അതുപോലെ തന്നെ കിഴക്ക് ഭാഗത്ത് പുരി ജഗന്നാഥ ക്ഷേത്രവും, പിന്നെ പടിഞ്ഞാറ് ഭാഗത്ത് ദ്വാരകാക്ഷേത്രം, പിന്നെ തെക്ക് ഭാഗത്തുള്ള രാമനാഥസ്വാമി ക്ഷേത്രം. നമ്മുടെ ഈ രാമേശ്വരത്തുള്ള ഈ ക്ഷേത്രവും വളരെ പ്രധാനപ്പെട്ടതാണ് അവർക്ക്. ജന്മജന്മാന്തരങ്ങളിലെ സകല പാപങ്ങളിൽ നിന്നും മോചനം കിട്ടാനായിട്ട് ഈ പുണ്യസ്ഥലത്ത് വന്നിട്ട് സ്നാനം ചെയ്താൽ മതി എന്നതാണ് ഇവരുടെ വിശ്വാസം. ശ്രീരാമൻ ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയ ശിവക്ഷേത്രമാണത്. അതുകൊണ്ട് ഇവിടെ ശൈവരും വൈഷ്ണവരും ഒരുപോലെ എത്തുകയും മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ നടത്തുകയും ചെയ്യുന്നു. നോക്കൂ, മാന്നാർ കടലിടുക്കിൽ സ്ഥിതി ചെയ്യുന്ന ഈ രാമേശ്വരം എന്ന് പറയുന്ന പ്രദേശത്തെ ബന്ധിപ്പിക്കുന്ന പാലമാണിത്, രാമേശ്വരം ബ്രിഡ്ജ്. ഈ രാമേശ്വരം ബ്രിഡ്ജിലൂടെയും കരമാർഗം അതുപോലെ തന്നെ ട്രെയിനിലൂടെയും നമുക്കവിടെ എത്താം. ഇതിന് തൊട്ടപ്പുറത്തായിട്ട് ട്രെയിൻ സർവീസിൻ്റെ പാമ്പൻ പാലമുണ്ട്, ഇടത്തെ ഭാഗത്തായിട്ട്. അവിടെ നോക്കിയാൽ നമുക്ക് പഴയ പാമ്പൻ പാലവും കാണാം, അതുപോലെ പുതിയതായി നിർമ്മിക്കുന്ന പാലവും കാണാം. അതിലൂടെ റെയിൽവേ സർവീസ് ആരംഭിച്ചിട്ടില്ല, ഉടനെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പാലങ്ങളാണ്, ഈ പാമ്പൻ പാലവും അതുപോലെ തന്നെ നമ്മുടെ ഈ രാമേശ്വരം പാലവുമാണ് ഇതിനെ ബന്ധിപ്പിക്കുന്ന വഴി എന്ന് പറയുന്നത്. കരമാർഗവും അതുപോലെ തന്നെ ട്രെയിൻ മാർഗവും നമുക്ക് ചെന്നെത്താവുന്നതാണ് അവിടെ. മധുരയിലെ മണ്ഡപം സ്റ്റേഷനിൽ ഇറങ്ങുന്നവർക്കും അതുപോലെ മധുര എയർപോർട്ടിൽ ഇറങ്ങുന്നവർക്കൊക്കെ ഈ വഴിയാണ് വരേണ്ടത്. പാമ്പൻ പാലത്തിൻ്റെ നടുവിലായിട്ട് ഷിപ്പുകൾക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട് ഓപ്പണാക്കി കൊടുക്കുന്ന ബ്രിഡ്ജിൻ്റെ ഭാഗമാണിത്. തിരിച്ച് രാമേശ്വരത്ത് നിന്ന് വരുമ്പോൾ നമുക്ക് ഈ ഭാഗം വളരെ വ്യക്തമായിട്ട് ഷൂട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ രാമേശ്വരത്ത് ഈ വലിയ വണ്ടികളൊക്കെ വന്ന് പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ സുവിൻ ബായ്, ഇദ്ദേഹമാണ് നമ്മുടെ ഗൈഡ്. ഇവിടുത്തെ ലോക്കൽ ട്രാവലിങ്ങിന് ഇവിടെയുള്ള വണ്ടികൾ മാത്രമേ അനുവദിക്കുകയുള്ളൂ, നമ്മുടെ വണ്ടികൾ അനുവദിക്കില്ല. അത് ഇവിടെയുള്ളവരുടെ ഒരു വലിയ വരുമാന മാർഗം കൂടിയാണ്. ഇപ്പോൾ രാമേശ്വരത്ത് വന്നു. ഇനിയിപ്പോൾ ചെറുവണ്ടികളിലായിട്ടാണ് നമ്മളെ റൂമിലേക്ക് കൊണ്ടുപോകുന്നത്. വലിയ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ. ഇനിയിപ്പം കൊച്ചു കൊച്ചു വണ്ടികളാണ്. എനിക്ക് നമ്മളൊരു 10-15 സീറ്റൊക്കെ ഉള്ളൂ ഇതിനകത്ത് ഇരിക്കാനായിട്ട്. ഈ രാമേശ്വരം അമ്പലത്തിനടുത്തുള്ള ഞങ്ങളുടെ ഹോട്ടൽ മുറിയിലേക്കാണ് ഞങ്ങൾ ഇനിയിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വണ്ടി വളച്ച് പോവുകയാണ്. ഇവിടെ അത്യാവശ്യം ടോയ്ലറ്റ് സൗകര്യവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
ഇപ്പോൾ ഇത് ഞങ്ങളുടെ ഹോട്ടലിൻ്റെ മുന്നിലെത്തി കഴിഞ്ഞു. ശ്രീ ശാസ്ത ഗ്രാൻഡ് AC ഹോട്ടൽ. ഇവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇന്ന് മുഴുവനായിട്ട് താമസിക്കുന്നത് ഇവിടെയാണ്. ഇത് ഹോട്ടലിൻ്റെ മുകളിൽ കയറിയിട്ട് ഞാനൊന്ന് നോക്കിയെന്ന് മാത്രം, ചുറ്റുപാടും നോക്കിയെന്ന് മാത്രം, എങ്ങനെയാണ് നമ്മുടെ രാമേശ്വരം കാണപ്പെടുന്നതെന്ന്. ഇത് JJ സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നിറച്ച് ഇതുപോലെ ഹോട്ടലുകളും റെസിഡൻഷ്യൽ ഏരിയയൊക്കെയാണ്. സൂര്യ എംപയർ റെസിഡൻസി ഫ്രണ്ടിൽ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്രം കാണാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇന്ന് കാലത്ത് ഫ്രഷായിട്ട് നമ്മൾ അമ്പലത്തേക്ക് ഇറങ്ങുകയാണ്. രാമേശ്വരത്തിൻ്റെ ഇടവഴികളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നേരെ കാണാം. രാമേശ്വരം അമ്പലം അകലെ മേലെയായിട്ടൊരു മഞ്ഞ പെയിൻ്റ് അടിച്ചിട്ട് കാണാൻ പറ്റും നമുക്ക്. ഇവിടെയൊക്കെ കറക്റ്റ് ടിപ്പിക്കൽ എന്ന് പറയുക തമിഴ്നാട് വില്ലേജ് എന്നൊക്കെ പറയില്ലേ, അതാണ്. വേണ്ട ഒരു പശു വന്നിട്ട് വാതിൽക്ക് വന്ന് മുട്ടി നിൽക്കണുണ്ടോ, അതിനെന്തെങ്കിലും കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് അത് വന്ന് നിൽക്കുകയാണ്. വാതിൽക്കിൽ വന്ന് നിൽക്കുകയാണ് പശു. വേണ്ട വീടിൻ്റെ ഞങ്ങളുടെ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് വണ്ടി ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ വണ്ടിയിൽ പോയില്ല. ഞങ്ങൾ നടക്കുകയാണ്, ഇടവഴിയിലൂടെ നടക്കുകയാണ്. അപ്പോഴത്തേക്ക് ഉള്ളിയുടെ ഷോർട്ട് കട്ട് ഉണ്ട്. ഷോർട്ട് കട്ട് വഴി അങ്ങോട്ട് നടക്കുകയാണ്. ഇവിടുത്തെ ആളുകൾ വല്ലാതെ ബഹളം വെച്ചുകൊണ്ടാണ് ഇങ്ങനെ സംസാരിച്ച് നടന്നു പോകുന്നത്. എന്താണെന്നറിയില്ല ഇങ്ങനെ. തീർത്ഥക്കുളത്തിൽ നിന്നേ വെള്ളം ശേഖരിച്ച് കൊണ്ടുപോകാനായിട്ട് 22 തീർത്ഥക്കുളങ്ങളുണ്ട്. അവിടെ നിന്ന് വെള്ളം ശേഖരിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാനുകൾ ഇവിടെ ഇങ്ങനെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്, കളക്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ഈ സമുദ്രതീരം, ബംഗാൾ ഉൾക്കടലിൻ്റെ തീരം, അഗ്നിതീർത്ഥം എന്നാണ് അറിയപ്പെടുന്നത്. പുണ്യസ്നാനത്തിനും പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തുവാനുമാണ് ഈ തീരം ഉപയോഗിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ നിന്നും വെറും 100 മീറ്റർ മാത്രം അകലെയാണ് ഈ ശാന്തമായ കടൽ സ്ഥിതി ചെയ്യുന്നത്. അകലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മത്സ്യബന്ധന ബോട്ടുകളൊക്കെ കാണാൻ കഴിയും. ഇവിടുത്തെ പുണ്യസ്നാനത്തിന് ശേഷമാണ് ഈറനോടെ അമ്പലത്തിനകത്തേക്ക് പോയി അവിടെയുള്ള 22 തീർത്ഥക്കുളങ്ങളിൽ നിന്ന് വെള്ളമെടുത്ത് കുളിക്കുന്നത്. എല്ലാവരും പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തുന്ന തിരക്കിലാണ്. അതുപോലെ ഈ പൂജ കഴിഞ്ഞതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ ഒരുപാട് കാണാം. ഒരു കായൽ പോലെ ശാന്തമാണ് ഇവിടുത്തെ സമുദ്ര തീരം, ബംഗാൾ ഉൾക്കടൽ. ഈ കടലിൽ ബലിതർപ്പണം നടത്തിയിട്ടുള്ളതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത്. രാമായണത്തിൽ പറയും പോലെ ശ്രീരാമൻ സീതാദേവിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ലങ്കയിൽ ചെല്ലുകയും അവിടെ ചെന്ന് രാവണനെയും കൂട്ടരെയും വധിച്ചു. അതിന് പരിഹാരമായിട്ട് മഹർഷിമാർ ഉപദേശിച്ചു ഒരു ശിവലിംഗ പ്രതിഷ്ഠ നടത്തണമെന്ന്. അങ്ങനെയാണ് ശ്രീരാമൻ ഇവിടെ ശിവലിംഗ പ്രതിഷ്ഠ നടത്തുന്നത്. ശിവലിംഗം കൊണ്ടുവരാൻ പോയ ഹനുമാൻ വരാൻ വൈകിയപ്പോൾ സീതാദേവി ഒരു ശിവലിംഗം ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയുന്നത്. അത് പ്രതിഷ്ഠിച്ചു. അതിനുശേഷമാണ് ഹനുമാൻ ശിവലിംഗവുമായി വരുന്നത്. അതും ശ്രീരാമൻ ഇവിടെ പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം. സീതാദേവി ഉണ്ടാക്കിയ ശിവലിംഗത്തിന് രാമനാഥലിംഗമെന്നും ഹനുമാൻ കൊണ്ടുവന്ന ശിവലിംഗത്തിന് വിശ്വനാഥലിംഗമെന്നുമാണ് പേരുള്ളത്. പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അടപ്പുണ്ടല്ലോ, മൂടികൾ, ക്യാപ്പ്, അതുപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു തമിഴ് അക്ഷരമാണത്. ഇവിടെ പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കണം എന്ന് പറയുന്ന ഒരു മെസ്സേജും ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. കടൽ തീരത്ത് നിന്നും ഇപ്പോൾ നമ്മൾ നടന്നു പോകുന്നത് രാമനാഥസ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുര നടയിലേക്കാണ്. അവിടെയുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. കിഴക്കേ നടയിലൂടെ അകത്തേക്ക് വേണമെങ്കിൽ കടക്കാം, പക്ഷെ ഞങ്ങൾ കടന്നില്ല. അതിന് പകരമായിട്ട് ഈ കാഴ്ചകളൊക്കെ കണ്ട് പടിഞ്ഞാറേ നടയിലേക്ക് പതുക്കെ നടക്കുകയായിരുന്നു. രാമേശ്വരം ടെമ്പിൾ കൺസ്ട്രക്ഷൻ പീരീഡ് 12th century to 19th century. Worship this temple and bath in the holy tirtham and perform pujas in honor of their ancestors and make significance. ഇവിടുത്തെ ബോർഡ് ഒന്ന് വായിച്ചു നോക്കിയതാട്ടാ, വേറെ കുഴപ്പമൊന്നുമില്ല. ഈ ക്ഷേത്രത്തിന് പടിഞ്ഞാറ്, കിഴക്ക്, വടക്ക്, തെക്ക് ഭാഗങ്ങളിലൊക്കെ വലിയ ഗോപുരങ്ങളുണ്ട്, ഗോപുര കവാടങ്ങൾ.
ഇവയൊക്കെ ബന്ധിപ്പിക്കുന്ന വലിയ ചുറ്റുമതിലുമുണ്ട്. അതിൻ്റെ വശത്തൂടെയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. ഇതാണ് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നട. ഇതിലൂടെ ബസ്സുകളൊക്കെ കടന്നു പോകട്ടാം. നല്ല ട്രാഫിക്കുള്ള ഒരു സ്ഥലം കൂടിയാണത്. ചെരുപ്പ്, മൊബൈലൊന്നും അകത്തേക്ക് കടത്തിവിടില്ല കേട്ടോ. അതൊക്കെ സൂക്ഷിക്കാനായിട്ട് ഇവിടെ സ്ഥലവുമുണ്ട്. രാമേശ്വരം അമ്പലത്തിൻ്റെ മുൻപിലാണ് നിൽക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ നമ്മുടെ തമിഴ്നാട്ടിലെ രാമേശ്വരം അമ്പലം. അപ്പോൾ ഗോപുര കവാടത്തിലൂടെ നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ക്ഷേത്ര ഇടനാഴികൾ അല്ലെങ്കിൽ പ്രദക്ഷിണ വഴി ഉള്ള അമ്പലമാണ് നമ്മുടെ രാമേശ്വരം അമ്പലം. ആദ്യം പ്രവേശിക്കുന്ന ഇടനാഴി ഒരു ഉത്സവ പ്രതീതിയാണ് നമുക്ക് ഉണ്ടാക്കി തരിക. ചുറ്റും രണ്ട് സൈഡിലും കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അവിടെ. നോക്കിയാൻ ഇവിടുത്തെ ഇടനാഴിയുടെ ഭംഗി നോക്കിയാൻ എന്ത് രസം കാണാനായിട്ട്. ഈ പുറത്തുള്ള ഈ ആദ്യത്തെ ഇടനാഴി ഉണ്ടല്ലോ, ഇവിടുത്തെ തൂണുകൾക്ക് 30 അടി പൊക്കം ഉണ്ടെന്നാണ് പറയുന്നത്. ഏകദേശം തൂണുകൾ ഒരു 1000-ൽ പരമുണ്ട്. 1212 വലിയ തൂണുകൾ തന്നെ ഇവിടെയുണ്ട്. ശിവപാർവതി, അതുപോലെ ശ്രീരാമൻ, സീതാദേവി, അതുകൂടാതെ നമ്മുടെ നന്ദി വിഗ്രഹം, ഭീമാകാരനായ നന്ദി വിഗ്രഹം, പിന്നെ ഗണപതി, സുബ്രഹ്മണ്യസ്വാമി, ഹനുമാൻ, ഇങ്ങനെ ഒരുപാട് പ്രതിഷ്ഠകളുള്ള ഒരു ക്ഷേത്രമാണിത്. രാമേശ്വരം അമ്പലത്തിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. ഇവിടെ നല്ല സുഖമാണ് ഇരിക്കാനായിട്ട്. നല്ല കൂളിങ്ങുള്ളൊരു സ്ഥലമാണ്. നല്ല രസമാണ്. നല്ല ഒരു വൈബുള്ള നല്ല അറ്റ്മോസ്ഫിയറുള്ള സ്ഥലമാണ്. അപ്പുറത്താണ് തീർത്ഥക്കുളത്തിൽ കുളിക്കുന്നതൊക്കെ. അതിൽ നിന്ന് വെള്ളം കോരിയിട്ട്, ഒരു ബക്കറ്റിൽ വെള്ളം കോരിയിട്ട് അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ മേത്തേക്കൊക്കെ ഇങ്ങനെ എറിയുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ നമ്മുടെ മേത്താവും. അങ്ങനെ 22 തീർത്ഥക്കുളത്തിൽ കുളിച്ചിട്ടാണ് ആളുകളൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി ഇങ്ങോട്ട് വരുന്നത്. പക്ഷെ അങ്ങോട്ട് മൊബൈലൊന്നും അലൗഡ് അല്ല. ഇവിടെ മാത്രമൊക്കെയാണ് മൊബൈലിൽ നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ, പിക്ചറൊക്കെ പിടിക്കാൻ പറ്റുള്ളൂ. ഈ ഇടനാഴിയിലെ അകത്തളങ്ങളൊക്കെ നോക്കിയാൽ എന്ത് ഭംഗിയാണ് അല്ലേ. വളരെ വിശേഷപ്പെട്ട സ്ഥലം തന്നെയാണ് കേട്ടോ. നല്ലൊരു ആംബിയൻസാണ് ഇവിടുത്തെ. വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യുക. പ്രിയപ്പെട്ടവരെ ഒന്ന് നോക്കുക, ഒരു വല്ലാത്തൊരു സ്ഥലം തന്നെ കേട്ടോ. വല്ലാത്തൊരു ഫീലിംഗാണ് അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നുക. ഇങ്ങോട്ട് ഈ വലത്തോട്ട് നോക്കിയാലും നിരവധിയായിട്ടുള്ള തൂണുകൾ, ഇടത്തോട്ട് നോക്കിയാലും അതുപോലെ തന്നെ എന്തൊരു അഴകാണെന്ന് നോക്കിയാൽ. അതുപോലെ ഇതിൻ്റെ ടോപ്പിലുള്ള പെയിൻറ്റിങ്സുകൾ, ചുമർ ചിത്രങ്ങൾ, ഈ തൂണുകളിൽ കൊത്തി വെച്ചിരിക്കുന്ന രൂപങ്ങൾ, ഇതൊക്കെ വളരെ വിശിഷ്ടം തന്നെയാണ് കേട്ടോ. ഇങ്ങനെ കണ്ട് നടന്നു കഴിഞ്ഞാൽ എത്ര നേരം വേണമെങ്കിലും നമ്മളിങ്ങനെ നടക്കും. അത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണിത്. വളരെ മനോഹരമായ രാമേശ്വരം അമ്പലത്തിൻ്റെ അകത്തുകൂടെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നോക്കൂ, ഒരു തീർത്ഥക്കുളത്തിൽ നിന്നും വെള്ളം മുക്കിയെടുത്ത് ആളുകൾക്ക് മേലെ വിതറുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. മഹാലക്ഷ്മി തീർത്ഥം മുതൽ കോടി തീർത്ഥം വരെയുള്ള 22 തീർത്ഥക്കുളങ്ങൾ. ഇത് കഴിഞ്ഞ് വസ്ത്രം മാറിയിട്ടാണ് ക്ഷേത്ര ദർശനത്തിന് പോകാൻ കഴിയുക. ഈ തീർത്ഥക്കുളത്തിൽ കുളിക്കാനായിട്ട് 25 രൂപ മുതൽ 150 രൂപ, 200 രൂപ വരെയൊക്കെ വാങ്ങുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഈ രാമേശ്വരം യാത്രയിൽ നമ്മുടെ സുഹൃത്തുക്കളെ ഒന്ന് പരിചയപ്പെടാം. ഞങ്ങൾ രാമേശ്വരം ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് രാമേശ്വരം പോയിട്ട് വരികയാണ്. ധനുഷ്കോടി പോയി, ഇനിയിപ്പോൾ മധുരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബസ്സിലുള്ളവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ടാണ് ഇവരൊക്കെ വന്നിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പിന്നെ ആലപ്പുഴ, പിന്നെ എറണാകുളം, കോട്ടയം, ഇവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോരുത്തരായിട്ട് ജസ്റ്റ് ഒന്ന് ഒരു പേരും പിന്നെ അതുപോലെ തന്നെ സ്ഥലമൊക്കെ ഒന്ന് പരിചയപ്പെട്ട് പോവാം. പറഞ്ഞോളൂ. ബിജീഷ്. ഓക്കെ, ബിജീഷ് എവിടുന്ന? ആലപ്പുഴ നിന്ന് വരുന്നത് അല്ലേ? ഓക്കെ. രാംകുമാർ, കുട്ടനാട്. ഓക്കെ, നമുക്ക് വരുന്ന ആവശ്യം കുട്ടനാട് വരണം. അഭിജിത്ത്, ട്രിവാൻഡ്രം. എന്ത് ചെയ്യുന്നേ? എന്തിൽ വർക്ക് ചെയ്യുന്നേ? എഞ്ചിനീയർ. എനിക്ക് തോന്നി ഒന്നുകിൽ എഞ്ചിനീയർ അതല്ലെങ്കിൽ സോഫ്റ്റ്വെയർ. അതിന് ലുക്കുള്ളേ, അതുകൊണ്ട് പറഞ്ഞോ. രതീഷ്, തിരുവനന്തപുരം. ഓക്കെ, പറഞ്ഞേ പേര് പറഞ്ഞ.
ശശികല. ആ, എവിടുന്ന? കോട്ടയത്ത് നിന്ന് അല്ലേ? കോട്ടയത്ത് നിന്ന് വേറെ നമ്മുടെ സുഹൃത്തുക്കൾ വേറെ ഉണ്ടായിരുന്നു. ചേച്ചി പറഞ്ഞേ. ആ, എറണാകുളത്ത് നിന്ന്. എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ്? രാമേശ്വരം പോയിട്ട് എല്ലായിടത്തും പോയോ? രാമേശ്വരം എല്ലാ തീർത്ഥകുളത്തിലും കുളിച്ചായിരുന്നോ? 22 സ്ഥലത്തും കുളിച്ചോ? വെരി ഗുഡ്. കോട്ടയത്ത് നിന്നാണ്. ടൂർ ഓപ്പറേറ്ററാണ് അല്ലേ? വെരി ഗുഡ്. പ്രസാദ് അല്ലേ? കോട്ടയത്ത്. മറന്നുപോയോ പേര്? അനൂപ്. കോട്ടയം ജില്ല ചങ്ങനാശ്ശേരി. ആ, അവിടെയൊക്കെ ഫ്രണ്ട്സ് ഉണ്ട് എൻ്റെ കുറച്ച്. നിങ്ങള് ചുള്ളമൽസ് കണ്ണൻ. കണ്ണന്റെ ലുക്ക് ഉണ്ടല്ലേ? അതെ. നിങ്ങള് പാട്ട് പാടുന്ന എവിടെ നിന്നിട്ട്? ആ, അനൂപാണോ? ഏതാ? സുഭാഷ് മിത്രക്കരി. മഞ്ഞുകുല ബോയ്സ് സുഭാഷ്. എവിടെന്നാ സ്ഥലം? എവിടെയാ? മിത്രക്കരി, ആലപ്പുഴ. അതിമനോഹരമായ ഗ്രാമം മിത്രക്കരി. ആ, വരുന്നുണ്ട്. ഞങ്ങളൊരു റൂമിലായിരുന്നു. വിശ്വനാഥൻ, കോട്ടയം. അപ്പൊ വിശ്വേട്ടൻ എക്സ് ഗൾഫാണ് കേട്ടോ. ഞങ്ങൾ പരിചയപ്പെട്ടിട്ടില്ല, എന്നാലും പറഞ്ഞോളൂ. രവീന്ദ്ര മേനോൻ, കൊടകര. നമ്മുടെ നാട്ടിൽ നിന്നാണ്. ഞാൻ തൃശ്ശൂർക്കാരനാ, ഇരിങ്ങാലക്കുട. രവീന്ദ്രേട്ടന്റെ ഭാര്യ ലളിതാംബിക മേനോൻ. ഓ, നല്ല പേരാണല്ലോ. ലളിതാംബിക അന്തർജനം അല്ലേ? അങ്ങനെ പേരില്ലേ? ആ, അങ്ങനെ പേരുണ്ട്. നമ്മളെ അന്തർജനം അല്ലല്ലോ? അല്ല. പ്രതീഷ്. ഇത് ക്യാച്ച് ആവില്ല, അതുകൊണ്ട് ഞാൻ എടുത്ത് പറയാം. ഗുരുവായൂരുന്ന് അല്ലേ? ആ, ഗുരുവായൂരുന്ന്. മൃദുൽ. എവിടുന്നാ? ആ, അപ്പൊ ഇതാരാ? അച്ഛനാണ്. അച്ഛനും മകനാണ് രണ്ടുപേരും വന്നിരിക്കുന്നത്. മൂന്തൻ മാഷ്. മാഷാണ്. പാലക്കാട് നിന്നാണ് അല്ലേ? ചേട്ടാ? കുഞ്ഞൻ. ആ, ഒറ്റപ്പാലത്ത്. പറ, നമ്മുടെ ആരാണ്? ബീന, എറണാകുളത്ത് നിന്ന് അല്ലേ? എന്ത് ചെയ്യുന്നു? ആ, സെൻട്രൽ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നത്? അക്കൗണ്ടന്റ് ആയിരുന്നു. അക്കൗണ്ട് ജനറൽ ഓഫീസിലായിരുന്നു അല്ലേ? എവിടെയൊക്കെ ആയിരുന്നു? നമ്മൾ എല്ലായിടത്തും പോകേണ്ട വരാറുണ്ടോ? എറണാകുളം. അങ്ങനെ 2 സ്ഥലത്ത് പോയിരുന്നുള്ളൂ അല്ലേ? ആ, സബിത. ആ, സിസ്റ്ററാണ്. നിങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എപ്പോഴും അല്ലേ? കിട്ടും. പറയാവൂ ചേട്ടാ, വിശേഷങ്ങളൊക്കെ എന്തുണ്ട്? നല്ല വിശേഷം. അതെ അല്ലേ? എവിടെ വീട്? ഇരിങ്ങാലക്കുട. ബിസിനസ് ആണല്ലേ? ആ, ഇത് വൈഫ്. ആ, പേര് ബീന. ബിന്ദു ചേച്ചി. എൻ്റെ ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്നു അല്ലേ? കൊള്ളാം. ആ, പറ ചേച്ചി, പറ. സുരേഷ്. ആ, എവിടെ സ്ഥലം? എവിടെ? എറണാകുളം. നല്ല വർക്കൊക്കെ ഉണ്ടോ? അപ്പോൾ കുറവാണ്. ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ അല്ലേ? ആണല്ലേ? ഒരു മാഷുണ്ട്, ടീച്ചറുണ്ട്. എന്താ പേര്? ശൈലജ. എവിടെയാണ്? എറണാകുളത്ത് തന്നെ. അവിടെ പഠിപ്പിച്ചിരുന്ന അവിടെ തന്നെയാണ്? ഓക്കെ, ശരി. നമ്മുടെ യാത്ര നമ്മൾ തുടരുകയാണ്. നമ്മളുടെ പ്രിയപ്പെട്ട ഡ്രൈവർ, ഇത് നമ്മുടെ ജിത്തു ആണ് നമ്മളുടെ ഡ്രൈവർ. നമ്മളിനി ധനുഷ്കോടി, അതുപോലെ തന്നെ മധുര എന്നീ സ്ഥലങ്ങൾ സന്ദർശിക്കും. അതുമാത്രമല്ല, നമ്മളുടെ കൂടെ ഈ ഇടത്തെ ഭാഗത്തിരിക്കുന്നത് നമ്മളുടെ സുവിനാണ്, നമ്മളുടെ ഗൈഡ്. ഹായ് സുവിൻ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങളുടെ ജോബ്സ് ട്രാവൽ വ്ളോഗ്.